ഇപ്പോൾ ലച്ചു സ്വാതിക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഇങ്ങനൊരു തീരുമാനം എടുക്കുവാണെങ്കിൽ പൂർണ്ണ മനസ്സോടെ ഞാനത് സ്വീകരിക്കും. പക്ഷേ നാളെ മാറ്റി പറയരുതെന്ന് മാത്രം. ഇല്ല, നിങ്ങൾ എന്നോട് കാണിച്ചത് സ്നേഹമായിട്ടല്ല. ഇന്ന് വരെ ഞാൻ കരുതിയത് എന്നോടുള്ള കരുണയും സഹാനുഭൂതിയുമായിട്ടാ ഞാൻ കരുതിയത്. പ്രണയം തോന്നാൻ എനിക്കൊരു മനസ്സില്ലാതെ പോയതാ കാരണം. മുമ്പ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ എന്നോടുള്ള ഇഷ്ടമായി വന്നപ്പോഴും എനിക്കില്ലാതെ പോയത് അങ്ങനെ ഒരു മനസ്സാ. കുട്ടിക്കാലം മുതലേ ആരുടെയും സ്നേഹം അറിയാതെ വളർന്നതുകൊണ്ടാവും മറ്റുള്ളവർ എന്നോട് കാണിക്കുന്ന സ്നേഹമായാലും ഇഷ്ടമായാലും എനിക്ക് അവര് തരുന്ന സഹാനുഭൂതിയായി തോന്നുന്നത്. അത് എന്നോടുള്ള ദയയും കരുണയായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളൂ. സ്നേഹത്തിന് അതല്ലാതെ മറ്റൊരു വികാരം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. കരയരുത്. എനിക്കറിയാം ലച്ചുനെ. ലച്ചു, ഇനി കരയരുത്. ഒന്നിച്ച് ജീവിക്കാനായാലും ഇനി അതല്ല നല്ലൊരു സുഹൃത്തായിട്ടായാലും ലച്ചുവിന്റെ കൂടെ ഞാനുണ്ടാവും. വാ, നമുക്ക് പോവാം. പഠിക്കുന്ന ആഗ്രഹമാണല്ലോ ലച്ചു സഞ്ജുവിനോട് പറഞ്ഞത്. ലച്ചുവിന്റെ ആ ആഗ്രഹത്തിന് ഞങ്ങൾ ആരും തടസ്സമാവില്ല. ലച്ചുവിന് എത്താൻ കഴിയുന്ന ദൂരം വരെ കൂടെ ഞാനുണ്ടാവും. എനിക്ക് വിശ്വാസമുണ്ട്. ഇനി മനസ്സ് വേദനിപ്പിക്കരുത്. ഇത് ലച്ചു എടുത്ത തീരുമാനമോ? ഞാൻ അമ്മയെ വിളിച്ച് ഈ വിവരം ഒന്ന് പറയട്ടെ. ലച്ചുവിന് വിരോധമൊന്നുമില്ലല്ലോ? പറഞ്ഞോളൂ. അമ്മ എത്രയോ നാളുകളായി കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയായത്. പാവം അമ്മ. അമ്മ അച്ഛൻ്റെ തറവാട്ടില്ല. ഒരിക്കൽ നമുക്കവിടെ പോവാം. എന്താ മോനെ? അമ്മ കേൾക്കാൻ കൊതിച്ച ഒരു വാർത്തയാ ഞാൻ പറയാൻ പോകുന്നത്. എന്താടാ? ലച്ചുനിന്റെ അഭ്യർത്ഥന സ്വീകരിച്ചോ? എത്ര കൃത്യമായിട്ട് അമ്മ അത് പറഞ്ഞു.
നീ വിവരങ്ങൾ പറ മോനെ. വിവാഹത്തിന് അവള് തയ്യാറായോ? അമ്മേ, എന്റെ കൂടെ ലച്ചുണ്ട്. ഞങ്ങള് ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു പോവാ. അവള് എന്നെ ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ട് പോയിട്ടാ സമ്മതം പറഞ്ഞത്. എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. സന്തോഷായി മോനെ. ഈശ്വര, ആ കുട്ടിക്ക് നല്ല മനസ്സ് വന്നല്ലോ. നീ ഫോൺ ലച്ചുവിന്റെ കയ്യിലൊന്ന് കൊടുക്ക്. സംസാരിക്കേ. മോളെ ലച്ചു. അമ്മേ, നന്നായി മോളെ. നീ ഇല്ലെങ്കിൽ ഇനി ഒരു വിവാഹമേ ഇല്ലെന്ന് പറഞ്ഞവനാ എന്റെ മോൻ. മോളവനെ ഉപേക്ഷിച്ച് കളയില്ലെന്ന് അമ്മയ്ക്ക് നന്നായി അറിയായിരുന്നു. ശ്രീദേവി നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നോ അതിന്റെ 100 ഇരട്ടി അമ്മ മോളെ സ്നേഹിക്കും. എനിക്ക് നീ എന്റെ സ്വന്തം മകള് തന്നെയാ. എത്രയും പെട്ടെന്ന് മോളെ എന്റെ കൂടെ കൊണ്ടുവരാനാ അമ്മ ആഗ്രഹിക്കുന്നത്. അമ്മ അവളെ പേടിപ്പിക്കാതെ. പഠിത്തം മുടങ്ങുന്നുള്ള പേടിയിലല്ല ലച്ചു. അങ്ങനെ ഒരു പേടിയെ വേണ്ടെന്ന് നീ അവളോട് പറ. ഞാൻ ഡ്രൈവ് ചെയ്യാമേ. കുറച്ചു കഴിഞ്ഞ് ഞാൻ വിളിക്കാം. വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ ഇപ്പൊ തന്നെ നിന്റെ അച്ഛന് മെസ്സേജ് അയക്കുന്നുണ്ട്. മോൻ വെച്ചോ. ഇനി എന്തൊരു മൂഡ് ഓഫ്? ചേച്ചി ഓർത്ത് തന്നെയാ. എനിക്ക് ഇപ്പോഴും ചേച്ചിയുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സ്വാതിക്ക് ലച്ചുവിനെ ഈ ജന്മം വെറുക്കാനൊന്നും കഴിയില്ല. പിന്നെ വലിയൊരു ഷോക്കാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരും അറിഞ്ഞ സത്യം അവൾ മാത്രം അറിഞ്ഞില്ല. എല്ലാവരും അവളെ ചതിച്ചെന്ന ഫീലാ ഏറ്റവും വലുത്. സ്വാതി തിരിച്ച് മംഗലശ്ശേരി വന്നിട്ട് ലച്ചു മനസ്സ് തുറന്ന് അവളോടൊന്ന് സംസാരിക്കണം. ആ ഒരു ഏറ്റുപറച്ചിലിൽ ലച്ചുവിനോടുള്ള എല്ലാ നീരസവും മഞ്ഞു പോലെ ഒരുകിപ്പോവും. എന്നാൽ നമുക്ക് യാത്ര തുടരാം. ഹിമമഴയായി വരും ഹൃദയം അണിവിരലാൽ തൊടും ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്റെ കൺചിമ്മിടാതെ എൻ ജീവനേ. ഇനി നിന്റെ കണ്ണുകൾ ഒരിക്കലും നിറയില്ല ലച്ചു. അച്ഛാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ചെക്കപ്പിന് പോകേണ്ട സമയമായി. അച്ഛൻ ഇങ്ങനെ വാശി പിടിച്ചിരുന്നാൽ എങ്ങനെയാ? അച്ഛനോടുക്ക്. എനിക്കെന്ത് വാശിയാ മോളെ? എങ്ങനെയെങ്കിലും കാലം കഴിക്കുക. എല്ലാവരുടെ കാര്യവും അത് തന്നെയാ, അച്ഛന്റെ മാത്രമല്ല.
ഞങ്ങൾക്ക് ആകെയുള്ള തണൽ അച്ഛൻ മാത്രം. അച്ഛന്റെ കാലം കഴിഞ്ഞ ഓരോരുത്തരായി ഈ വീട് വിട്ടു പോവും. നീ എന്തായി പറയുന്നേ? വീട് വിട്ടു പോകാനോ? ദിനേശ് ചേട്ടന് അങ്ങനെ ചില ചിന്തകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു കണക്കിന് അത് നല്ലതാ. പക്ഷെ അച്ഛനുള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ നിന്ന് പോവില്ല. മക്കളും പേരക്കുട്ടികളും ഒക്കെ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നുണ്ടിട്ട് കണ്ണടച്ചാൽ മതി എന്ന പ്രാർത്ഥനയായിരുന്നു ഇതുവരെ. അമ്മു ഗോവിന്ദനെയും കൂട്ടി ക്ഷേത്രത്തിൽ പോയിരിക്കുക. എന്തിനാ അവള് അവനെ കൂട്ടുപിടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദാ അവരെത്തിയല്ലോ. നിങ്ങൾ പെട്ടെന്ന് ഇങ്ങെത്തിയോ? ഞാൻ കരുതി പൂജകളുമായിട്ട് വൈകൂന്ന്. ഇതാ അമ്മേ പ്രസാദം. തൊഴുതോ? അച്ഛന് കൊടുക്ക്. മുത്തശ്ശ, വേണ്ട മോളെ, കൂളി കഴിഞ്ഞിട്ടില്ല. എന്താ ഗോവിന്ദൻ, മുഖത്തൊരു പ്രകാശം. അല്ലെങ്കിലും ഗോവിന്ദന്റെ മുഖത്ത് അത് എന്നും ഉള്ളതല്ലേ. എല്ലാം ഒരു പുഞ്ചിരിയോടെ നേരിടാനുള്ള കഴിവ് ഗോവിന്ദനുണ്ട്. അത് മറ്റുള്ളവർക്കും ധൈര്യമാവും. കാവേരി ചേച്ചി പറഞ്ഞ സത്യവാ. സഞ്ജുവും സ്വാതിയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ലച്ചു ഒരു പരിഹാരം കണ്ടിട്ടാ വന്നിരിക്കുന്നത്. മംഗലശ്ശേരിയിലേക്ക് തിരിച്ചു വരാൻ സ്വാതി ഒരു ഡിമാൻഡ് ലച്ചുവിന്റെ മുന്നിൽ വച്ചിരുന്നു. ഡിമാൻഡോ? അവളോട് ഇവിടുന്ന് പോകാനാണെങ്കിൽ അത് സങ്കടമുള്ള കാര്യം മോനെ. അതൊന്നുമല്ല, ലച്ചുവിന്റെ എന്റെയും വിവാഹം. ആണോ? അതിന് ലച്ചു സമ്മതം പറഞ്ഞ സ്വാതി വരുമെന്നാ പറഞ്ഞയച്ചത്. ശ്രീകുട്ടി എന്തിനു വേണ്ടിയാണത് പറഞ്ഞതെന്നായാലും അതൊരു നല്ല കാര്യമാണ്. ആശയും അരവിന്ദൻ തിരുമേനിയും ഈ ഒരാവശ്യം പറഞ്ഞ് ഇവിടെ വന്നതല്ലേ. അവരോടൊരു ഉറപ്പ് പറയാൻ എനിക്കൊട്ട് കഴിഞ്ഞതുമില്ല. എന്നിട്ടിപ്പോ എന്താ ലച്ചുവിന്റെ നിലപാട്? അത് ലച്ചു തന്നെ പറയട്ടെ, ഞാനല്ലോ പറയേണ്ടത്. നിങ്ങളിലൂടെയല്ലേ സ്വാതി അത് അറിയേണ്ടത്. മോളെ, ഞങ്ങൾ ആരും നിന്നെ നിർബന്ധിക്കില്ല. എന്ത് തീരുമാനവും നിനക്കെടുക്കാം. ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങി സമ്മതം പറയേണ്ട ഒന്നല്ല വിവാഹം. അതിന്റെ പേരിൽ താലി കെട്ടുന്ന പുരുഷനെ ഒരു തരത്തിലും വേദനിപ്പിക്കാനും പാടില്ല. ശ്രീദേവിയെടുത്തി പറഞ്ഞത് സത്യോ? നീ സ്വാതിക്ക് വേണ്ടി ഗോവിന്ദുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം മൂളണ്ട. നീ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാ അർത്ഥത്തിലും ഗോവിന്ദന്റെ ഭാര്യയായി ജീവിക്കാൻ വേണ്ടി ആവണം. ആരുടെയും ജീവിതം ഞാൻ കാരണം നശിച്ചു പോവില്ല. ആത്മാർത്ഥമായി തന്നെയാ ഡോക്ടറുമായുള്ള വിവാഹത്തിന് ഞാൻ സമ്മതം പറഞ്ഞത്. ദൈവമേ, എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങനെ ഒരു പരിഹാരം കണ്ടല്ലോ. നല്ല തീരുമാന അമ്മ ഇപ്പൊ കൈക്കൊണ്ടത്. സ്വാതി അങ്ങനെ ആവശ്യപ്പെടാതിരുന്നെങ്കിൽ ഈ ജന്മം അമ്മ ഒരു വിവാഹത്തിന് തയ്യാറാവില്ലായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് ജീവിക്കുന്നതിനേക്കാൾ സന്തോഷം അവൾക്ക് വേറെ ഇല്ല. ഇത് തന്നെയാ അവളും എന്നോട് പറഞ്ഞത്. പക്ഷേ സ്വാതി ഈ സന്ദർഭം നന്നായി ഉപയോഗപ്പെടുത്തിയെന്നാ എനിക്ക് തോന്നുന്നത്. സ്വാതിക്കറിയാം അവളുടെ അനിയത്തിന്റെ മനസ്സ്. അതെ മോനെ, ഞാൻ മനസ്സിലാക്കുന്നത്
ശ്രീകുട്ടിയുടെ ദേഷ്യവും സങ്കടവും ഒക്കെ സഞ്ജുവിനോടാണെന്നാണ്. ആ അതൊക്കെ പതുക്കെ അങ്ങ് മാറും. അതിന് അമ്മുവിന്റെ കല്യാണം ഒരു കാരണമാകും. അല്ല, ഗോവിന്ദ് ആശയെ വിളിച്ച കാര്യം പറഞ്ഞോ? ഞാൻ അമ്മയെ വിളിച്ചു. കള്ളൻ, അതിനുള്ളിൽ അതും നടന്നോ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നെന്താ കോളേജിൽ പോയിരുന്നോ? എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാനായിട്ടൊരു തീരുമാനം എടുക്കേണ്ട ദിവസമായിരുന്നു. രാവിലെ ഡോക്ടറെയും കൂടി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. എന്താ നീ ഇവിടുന്ന് പോവാൻ വീണ്ടും തീരുമാനിച്ചോ? ആരും വിളിച്ചിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നെ പോവാൻ അനുവദിക്കാത്ത. പിന്നെന്താ നിന്റെ തീരുമാനം? അത് നിങ്ങളോട് പറയാതെ ഞാൻ ഈ തീരുമാനം എടുത്ത. എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയതുമല്ല. നീ കാര്യം എന്തെന്ന് വെച്ചാ പറലച്ചോ? അത് ഡോക്ടറുമായുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ടു പോയിട്ടാ ഞാനത് പറഞ്ഞത്. ഗോവിന്ദിന് ഇതിൽ കൂടുതൽ സന്തോഷം വേറെ ഉണ്ടാവില്ല. എത്രയോ നാളുകളായി ഗോവിന്ദ് നിന്റെ പിന്നാലെ നടക്കുന്ന. അയ്യോ, അങ്ങനെ ഒരിക്കലും പറയരുത്. ആ മനുഷ്യൻ എവിടെ നിൽക്കുന്നു? അനാഥയായി ഞാൻ എവിടെ നിൽക്കുന്നു? കളങ്കമില്ലാത്ത മനസ്സിനോളം വിലയുള്ള ഒന്നും ഈ ഭൂമിയിൽ ഇല്ല ലച്ചു. സമ്പത്തും പദവിയും ഒന്നുമല്ല വലിയ കാര്യം. സച്ചി നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അവനാ ഭാഗ്യം ഉണ്ടായില്ല. നിനക്ക് ദൈവം വിധിച്ചത് ഗോവിന്ദനെയാ. ശരിക്കും ഒന്നിക്കേണ്ടത് ഗോവിന്ദൻ ലക്ഷ്മിയും തന്നെയാ. ഞാൻ ഈ വിവാഹത്തിന് സമ്മതം പറഞ്ഞത് ഒരു ജീവിതം കൊതിച്ചിട്ടോ സ്വപ്നം കണ്ടിട്ടോ ഒന്നുമല്ല. എന്റെ ചേച്ചിയും നിങ്ങളുടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാ ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതിൽ കവിഞ്ഞൊരു ലോകവും എനിക്കില്ല. ഇപ്പോ ചേച്ചി ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ. ചേച്ചി തിരിച്ചു വരാൻ എന്റെ വിവാഹം അല്ലാതെ മറ്റൊരു വഴിയും ഇല്ലെങ്കിൽ ചേച്ചിക്ക് വേണ്ടി മരിക്കാനും തയ്യാറായ ഞാൻ അത് ചെയ്യണ്ടേ? ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാൻ ഉടനെ പോകണം. എന്റെ കൂടെ ഡോക്ടറും വരുന്നുണ്ട്. നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ എന്റെ കൂടെ വരാം. ജാക്കി,
ജാക്കി വാതിൽ തുറക്ക. ജാക്കി, ഞാൻ ആ കവിത തുറക്ക. ജാക്കി, കഥക്ക് തുറക്ക. മാറ. എനിക്കിവിടെ മടുത്തു. എനിക്ക് പോയേ പറ്റൂ. പുറത്തിറങ്ങിയപ്പോൾ അനുഭവമൊക്കെ നീ മറന്നോ? പിടിക്കുമെങ്കിൽ അങ്ങ് പിടിക്കട്ടെ. എന്നെ പിടിച്ചാ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഓരോ ഉറപ്പും പറയാൻ പറ്റില്ല. അപ്പോ പിടിക്കപ്പെട്ട നീ എന്നെ ഒറ്റ കൊടുക്കുന്നില്ലേ പറഞ്ഞേ? നിങ്ങൾ കരുതുന്ന പോലുള്ള ധൈര്യമൊന്നും എനിക്കില്ല. തല്ല് കിട്ടിയ സത്യമൊക്കെ ഞാൻ പറഞ്ഞു പോകും. നന്ന് കെട്ടവനെ, രൂപ 10 ലക്ഷം നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച. കാശ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് സുഖിച്ച് ജീവിക്കാൻ പറ്റണ്ടേ? ഞാനിവിടെ പുറത്തിറങ്ങാനാവാതെ കൊതുകടിയും കൊണ്ട് കിടക്കുക. എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ച നിങ്ങൾ സുഖമായി കിടന്നുറങ്ങുന്നു. ഇവനെ വിശ്വസിക്കുന്നത് ആത്മഹത്യക്ക് തുല്യോ? രാത്രി ഒരു നേരമേ എന്തെങ്കിലും കഴിക്കാൻ കിട്ടും, അതും അർദ്ധരാത്രിക്ക്. എന്നെ ഒന്ന് പരിഗണിക്കാൻ പോലും നിങ്ങൾ തയ്യാറാവുന്നില്ല. നിന്നെ ഞാൻ എങ്ങനെ പരിഗണിക്കണം എന്നാ പറയുന്നേ? നിന്നെ രക്ഷിക്കാനുള്ള വഴികൾ കണ്ടെത്തിയിട്ടാ ഞാൻ വന്നിരിക്കുന്നെ. നാളെ രാത്രി കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലിൽ നിനക്ക് മാലിയിലേക്ക് പോവാം. ആഡംബര കപ്പലിൽ തന്നെയാ നിനക്ക് ഞാൻ യാത്ര ഒരുക്കിയിരിക്കുന്നത്. വളരെ സന്തോഷം. ഇന്ന് പകലുകൂടി ഞാനിവിടെ കഴിഞ്ഞു കൂടിക്കൊള്ളാം. ரொம்ப താങ്ക്സ് മാഡം. പോകുന്നതിന് മുൻപ് നിനക്കൊരു ജോലി കൂടി ബാക്കിയുണ്ട്.